ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളാകുന്ന പ്രശ്നം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞാലും പിന്നെ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒന്നും ഡിലീറ്റ് ആക്കാണ്ട് നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള 2-3 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ടോപ്പ് റൈറ്റ് കോണിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സൈറ്റ് സെറ്റിംഗ്സ് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പിന്നെയും താഴോട്ടായിട്ട് നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി കാണാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെയായിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം സ്പേസ് ഫോണിൽ കിട്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെലഗ്രാം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ തന്നെ 8 GB ഡാറ്റ ഇപ്പോൾ എൻ്റെ ഒരു ക്യാഷ് മെമ്മറിയിൽ കാണാൻ പറ്റും. അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ അധികം സ്പേസ് കിട്ടുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൽ അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റാസും സ്റ്റോറേജ് സ്പേസും ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു കിടിലൻ ആപ്പാണ്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.